ഹലോ, വെൽക്കം ബാക്ക്. 1ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ ഹോങ് ഹോങ് ടൂറ്റ് ടൂറ്റ് എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ചിത്രം നൽകിയിരിക്കുന്നു. അവിടെ ഒരു തേനീച്ചയെയും കാണാം. താഴെ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് അവിടെ എഴുതി ചേർക്കാം, ഐ ആം എ ബീ, ദിസ് ഈസ് മൈ ബീ ഹൈവ്. ബീ ഹൈവ് എന്നാൽ തേനീച്ചക്കൂട്. ഹിയർ ദ ഫസ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ് us കളർ ദ പിക്ചർ. ഇവിടെ നൽകിയിട്ടുള്ള പിക്ചറിന് നിറം കൊടുത്തിട്ട് താഴെ എഴുതുവാനാണുള്ളത്. ഇതൊരു ബസ്സാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് എ ബസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം ഉപയോഗിച്ച് ഈ ബസ്സിന് നിറം നൽകാവുന്നതാണ്. ആക്ടിവിറ്റി 2, വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാഠഭാഗത്തിൽ തന്നിട്ടുള്ള കുത്തുകൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാറിന് ലഭിക്കുന്നതാണ്. സോ താഴെ നമുക്ക് എഴുതാം, ദിസ് ഇസ് എ കാർ. ആക്ടിവിറ്റി 3, ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്, കളർ ദം ടു. നൽകിയിരിക്കുന്ന വാഹനങ്ങളെ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് നിറം നൽകുക. അടുത്തതായി, പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പിക്ചർ. നമ്മൾ ചിത്രത്തിൽ കണ്ട വാഹനങ്ങൾക്ക് നേരെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ബസ്, ബൈസിക്കിൾ, സ്കൂട്ടർ, ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ വാൻ എന്നിവയുണ്ട്. അപ്പോൾ അതിന് നേരെ ടിക്ക് മാർക്ക് നൽകുക. ആക്ടിവിറ്റി 4, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ, ഡ്രോ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനത്തിനെ വരച്ച് നിറം നൽകുക, താഴെ എഴുതുകയും ചെയ്യുക. ഇവിടെ ഞാനൊരു കാറിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. മൈ ഫേവറേറ്റ് വെഹിക്കിൾ ഈസ് എ കാർ. എൻ്റെ പ്രിയപ്പെട്ട വാഹനം കാറാണ്. ആക്ടിവിറ്റി 5, ലെറ്റ് us മാച്ച് സ്യൂട്ടബ്ലി, ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. ഇവിടെ നൽകിയിരിക്കുന്നതിനെ അനുസൃതമായി വരച്ച് യോജിപ്പിക്കാനാണ്. ആദ്യം തന്നെ നമുക്കൊരു ജീപ്പ് കാണാം. സോ താഴെ നമുക്ക് കൂട്ടിച്ചേർക്കാം, എ ഗ്രീൻ ജീപ്പ്. രണ്ടാമത്തെ ചിത്രം ഒരു ചുവന്ന സ്കൂട്ടറാണ്. സോ നമുക്ക് കൂട്ടിച്ചേർക്കാം, റെഡ് സ്കൂട്ടർ. ശേഷം ഒരു കറുത്ത സൈക്കിളുണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതാം, ബ്ലാക്ക് ബൈസിക്കിൾ. ആൻഡ് ലാസ്റ്റ് വൺ ഒരു നീല ബൈക്കാണ്. അതുകൊണ്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം, ബ്ലൂ മോട്ടോർ ബൈക്ക്. ആക്ടിവിറ്റി 6, ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. ഇവിടെ ഒരു ബേസ് പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ചിത്രത്തിനെ പൂർണ്ണമാക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഈ ചിത്രത്തിനെ പൂർണ്ണമാക്കി മറ്റൊരു തരത്തിൽ ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി 7, വാട്ട് ആർ ദേ ടോക്കിംഗ്, കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. എന്താണ് അവർ സംസാരിക്കുന്നത്, അതിനെ പൂർണ്ണമാക്കൂ എന്നാണ് പറയുന്നത്. ആദ്യം നമുക്കൊരു കാറിനെ കാണാം. ഐ ഹാവ് വീൽസ്. എനിക്ക് ചക്രങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്ലെയിനും ഉണ്ട്. അപ്പോൾ അവൻ തിരിച്ചു പറയുകയാണ്, ഐ ടു ഹാവ് വീൽസ്. എനിക്കും വീലുകളുണ്ട്, ചക്രങ്ങളുണ്ട്. ഐ ഹാവ് വിങ്സ്. അപ്പോൾ ഈ പ്ലെയിൻ പറയാണ്, എനിക്ക് ചിറകുകളുണ്ട്. പക്ഷേ കാറിന് എന്തില്ല? ചിറകുകളില്ല. അതുകൊണ്ട് നമുക്ക് എഴുതാം, ഐ ഹാവ് നോ വിങ്സ്. ശേഷം കാറ് പറയുകയാണ്, ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട്. പക്ഷേ പ്ലെയിനിന് ഹോൺ ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എഴുതാം, ഐ ഹാവ് നോ ഹോൺ. എനിക്ക് ഹോണുകളില്ല. ആക്ടിവിറ്റി 8, ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഇവിടെ സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് എ ഡാഷ് ബസ്. ബസ്സിൻ്റെ നിറം എന്താണ്? ബ്ലൂ. സോ നമുക്ക് എഴുതാം, ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് സീറ്റുകളുണ്ട്. ദ ബസ് ഹാസ് വീൽസ്. ബസ്സിന് ചക്രങ്ങളുമുണ്ട്. ദെൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ബിഗ്. ഇത് വലുതാണ്. ദ ബസ് ക്യാൻ ക്യാരി മെനി പീപ്പിൾ. ബസ്സിന് ഒരുപാട് ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് കാറ്. ദിസ് ഈസ് എ ഡാഷ് കാർ. കാറിൻ്റെ നിറം എന്താണ്? റെഡ്. സോ നമുക്ക് ചേർക്കാം, ദിസ് ഈസ് എ റെഡ് കാർ. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിന് എന്തുണ്ട്? സീറ്റുകളുണ്ട്. ദ കാർ ഹാസ് ഐസ്. ഇവിടെ എന്താണ്? ലൈറ്റുകളെയാണ് ഉദ്ദേശിച്ചത്.
ദെൻ നമുക്ക് കൂട്ടിച്ചേർക്കാം ഇറ്റ് ഈസ് സ്മോൾ, ഇത് ചെറുതാണ്. ദ കാർ ഗോസ് ഫാസ്റ്റ്, കാറ് വേഗത്തിൽ പോകും. ആക്ടിവിറ്റി 9 വാട്ട് ഡു ദേ സേ, എന്താണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ബസ് പറഞ്ഞത്, കാറ് പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ്മാൻ വേറെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഹേ കാർ ഗിവ് വേ, കാറിനോട് പറയാണ് എനിക്ക് വഴി തരൂ എന്ന് പറയാണ്. അപ്പോൾ കാർ എന്താ തിരിച്ചു പറയുന്നത്? ടൂറ്റ് ടൂറ്റ് യു മൂവ്, നീ മാറ്. അപ്പോൾ നമ്മുടെ പോലീസ്മാൻ എന്താ പറയുന്നത്? സ്റ്റോപ്പ്, നിർത്തു. രണ്ടുപേരോടും പറയാണ് സ്റ്റോപ്പ്. ആക്ടിവിറ്റി 10 ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്, ഇവിടെ വീണ്ടും വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്, ഈ ജീപ്പിന് ചക്രങ്ങളില്ല. പിക്ചർ നോക്കിയാൽ കാണാം ഈ ജീപ്പിന് ചക്രങ്ങളില്ല. രണ്ടാമത്തെ ചിത്രം ഒരു ലോറിയാണ്. ലോറിക്ക് എന്തില്ല? ഹെഡ്ലൈറ്റുകളില്ല. സോ നമുക്ക് എഴുതാം ദിസ് ലോറി ഹാസ് നോ ഹെഡ്ലൈറ്റ്സ്. മൂന്നാമത്തെ പിക്ചർ ഒരു ബൈസിക്കിളാണ്. ചിത്രം നോക്കിയാൽ കാണാം ബൈസിക്കിളിന് സീറ്റില്ല. സോ നമുക്ക് എഴുതാം ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. അവസാനത്തെ ചിത്രത്തിൽ ഒരു വാനാണ് നൽകിയിരിക്കുന്നത്, പക്ഷേ വാനിന് ഡോറുകൾ ഇല്ല. സോ നമുക്ക് എഴുതാം ദിസ് വാൻ ഹാസ് നോ ഡോർസ്. ആക്ടിവിറ്റി 11 വാട്ട് വിൽ ദ ഡോഗ് സേ, എന്താണ് ഡോഗ് പറഞ്ഞത്? ഈ കാർട്ടൂണിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു ക്യാറ്റുമുണ്ട് ഒരു ഡോഗുമുണ്ട്. അപ്പോൾ ക്യാറ്റ് പറയാണ് എ കപ്പ് ഓഫ് ടീ പ്ലീസ്, ഒരു കപ്പ് ചായ തരൂ എന്ന് പറയാം. ആ സമയത്ത് ഡോഗ് ഒരു കപ്പ് ചായ ആയിട്ട് വരികയാണ്. പെട്ടെന്നത് താഴെ വീഴുകയാണ്. ക്രാക്ക്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ക്യാറ്റ് പറയുന്നത് നിൻ്റെ മിസ്റ്റേക്കാണ്. ആ സമയത്ത് ഡോഗ് എന്താ തിരിച്ചു പറയുന്നത്? ഐ എം സോറി ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്, ഇതൊരു അപകടമായിരുന്നു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുകയാണ്. ആക്ടിവിറ്റി 12 ആഡ് എ ലൈൻ ടു ദ സോങ്. ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. പച്ചമരങ്ങളോട് പറയാണ് ഞാൻ ഒരുപാട് സന്തോഷവാനാണ് നിങ്ങളെ കണ്ടതിൽ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ ഫൈൻ, ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. ശേഷം ബ്ലൂ ബേർഡുകളോടാണ് പറയുന്നത്. ദെൻ നമ്മളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. വൈറ്റ് ക്ലൗഡ്സ് യു ആർ സോ ഫൈൻ, ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. നമുക്ക് വൈറ്റ് ക്ലൗഡിനോട് ചോദിക്കാം. ക്ലൗഡ്സ് എന്നാൽ മേഘങ്ങൾ എന്നാണ് അർത്ഥം. സോ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുകയാണ്. എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോസിൽ കാണുന്നത് വരെ ബൈ.